എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോയിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 മുതൽ അടുത്ത വർഷം 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലം തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Knight of Wands, High Priestess, Two of Wands, Page of Swords, Knight of Pentacles, Page of Pentacles. ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് 9 ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ നിങ്ങളുടെ ചിന്താഗതി മൊത്തത്തിൽ മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പാഷൻ, ഒത്തിരി ആഗ്രഹങ്ങളുള്ളൊരു വ്യക്തി ആണ്. അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ അടുത്തിടയ്ക്ക് ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അതൊന്നും ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു ചിന്തയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നതെങ്കിൽ അതിൽ മാറ്റം വരുത്തേണ്ടിരുന്ന സമയമാണ്. ഇപ്പോഴാണ് നിങ്ങൾ ധൈര്യം കാണിക്കേണ്ടുന്നത്. ഈ ഒരു വർഷം നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി ആക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങളുടെ പാഷൻ പ്രൊജക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, പാഷൻ പ്രൊജക്റ്റാണ് ഇതെൻ്റെ. ആ ഒരു എന്താണ് നിങ്ങളുടെ പാഷൻ എന്ന് ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കാര്യം. പലരും ഇപ്പോൾ പലയിടത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചില ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു പാഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അവർ ചിലപ്പോൾ അവരുടെ ജോലിയിൽ തൃപ്തരായിരിക്കും, ഹാപ്പി ആയിരിക്കും, ജോലി സന്തോഷമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലൊരു പാഷൻ ഉണ്ടാവും, പക്ഷേ അവർക്ക് അതിൽ മുന്നേറാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ കൂട്ടത്തിലുള്ള മറ്റുള്ളവരെയും ഫ്രസ്ട്രേറ്റഡ് ആക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം വളരെ ഹൈ സ്പിരിറ്റഡ് ആയിട്ട്, വളരെ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് കുറേ പാഷനേറ്റ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണർത്തുക. എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കി സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ ചില ആളുകൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ടൊരു സ്ഥാപനം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറുതാണെങ്കിലും സ്വന്തമായിട്ട് വരുമാന മാർഗം എന്നുള്ളത്. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ പല തരത്തിലുള്ള സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കടന്നു പോകാൻ താല്പര്യമില്ല. പക്ഷെ സ്വന്തമായിട്ടൊരു വരുമാന മാർഗവും തരക്കേടില്ലാത്ത രീതിയിലൊരു വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക, അതിന് തയ്യാറെടുക്കാൻ പറ്റിയ സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ല സാധ്യതകളുണ്ട്. നല്ല മെറ്റീരിയലിസ്റ്റിക് ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ മാനസികമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സാധ്യതകളുള്ള സമയമാണ്. പേഴ്സണൽ അച്ചീവ്മെൻറ്റും അതേപോലെ ഫിനാൻഷ്യലി വളരെ നല്ലൊരു സ്റ്റെബിലിറ്റിയും ലഭിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. വർക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിനി വർക്കിൽ തന്നെയാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ വർക്കിലുള്ള ബന്ധങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ടോക്സിക് ആണോ, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ലൈഫിൽ വരുത്തേണ്ടത്, അതോ നിങ്ങളിലാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അപ്പോൾ എവിടെ മാറ്റങ്ങൾ വരുത്തി എങ്ങനെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. പിന്നെ മുന്നിൽ വരുന്ന ചാലഞ്ചസും തടസ്സങ്ങളൊക്കെ അതിനെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളെ തന്നെ, കാരണം ഇവിടെ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫീലിംഗ് ഓഫ് സെൽഫ് വർത്ത് നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പറ്റിയൊരു വർഷമാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യാതെ ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് പേജ് ഓഫ് സോർഡ്സ് എനർജിയാണ്. നിങ്ങൾ കുറച്ചധികം സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ കൂടി സാധ്യതയുള്ള ഒരു വർഷമാണ്. അപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഭയങ്കരമായിട്ടൊരു പവിത്രമായിട്ടുള്ളൊരു ഊർജം നിങ്ങളിലുണ്ട്. അത് ഏത് വഴിയിലൂടെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ചിന്തിക്കുക. ഇപ്പോൾ സോഷ്യൽ സർവീസസ്, സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ആ ഒരു ഊർജം അതിലുണ്ട്. പക്ഷേ
നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥാപനമായിരിക്കും, നിങ്ങളുടെ ബോസായിരിക്കും, മറ്റെന്തെങ്കിലും അവസ്ഥകളായിരിക്കും. കാരണം നിങ്ങൾ ആഗ്രഹിച്ചത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തടസ്സമാണെങ്കിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി അങ്ങനെ ഒരു ഫീൽഡിലല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഫീൽഡിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കുറച്ചൊരു സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാവുന്ന ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ സൈഡായിട്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ മാനസിക സന്തോഷത്തിനും തൃപ്തിക്കും വേണ്ടിയിട്ട്. കാരണം ആ ഒരു എനർജി, നിങ്ങളുടെ സ്പിരിച്വൽ എനർജി അവിടെ ഡൗൺ ആയതുകൊണ്ട് അതിലൂടെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ അത് നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സോളിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കരിയർ നന്നായിട്ട് പോകുന്നു, ഫിനാൻഷ്യലി നല്ല രീതിയിലാണ്, എങ്കിലും നിങ്ങൾക്കൊരു എന്തോ ഒരു മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ, ആത്മീയമായിട്ടുള്ള ഒരു തൃപ്തി നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുക. പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്ന സമയമാണ്. പുതിയ പുതിയ ഐഡിയാസ് പ്രയോജനപ്പെടുത്തി അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഒത്തിരി സാധ്യതകളുള്ള സമയമാണ്. നിങ്ങളുടെ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ഇന്ന കോഴ്സിന് ചേരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സിന് ലഭിക്കാൻ സാധ്യതയുണ്ട്, വിദേശത്ത് പോയിട്ട് പഠിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ നിങ്ങളിപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടൊരു മേഖലയിലേക്ക് പോയേക്കാം. കാരണം നിങ്ങൾ ഇന്നൊരു ഇതിലാണെങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങൾ വഴി മാറി സഞ്ചരിക്കുന്നുണ്ടാവും. ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ചൊന്നും ശരിയായിട്ടുള്ള വഴി ആയിരിക്കില്ല. അപ്പോൾ ഇന്ന വഴിയാണ്, ഇതാണ് എൻ്റെ വഴിയെന്ന് നിങ്ങൾ കണ്ടെത്തുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ പെട്ടെന്നുള്ളൊരു ഇന്നതല്ല ഇതിലേക്കാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് സാധ്യത കുറവാണ്. കാരണം അവർക്ക് മനസ്സിലാകുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. ഇത് നിങ്ങളുടെ പാഷനാണ് എന്ന് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിന് ചിലപ്പോൾ സ്കോപ്പില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും നാൾ ഇത് പഠിച്ചിട്ട് ഇനി അതിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഹൈ പ്രീസ്റ്റസ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളെന്തോ ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നുകിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ വീട് വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം സൃഷ്ടിച്ചെടുക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ക്രിയേഷൻ ആയിരിക്കാം അത്. ചിലപ്പോൾ എന്തെങ്കിലും ഫൗണ്ടേഷൻ ഇടുന്നതായിരിക്കും, എന്തെങ്കിലും ബിൽഡിങ്, എന്തെങ്കിലും കടകളോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആവാം. പിന്നെ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ വീട് വയ്ക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതും ആവാം സൂചിപ്പിക്കുന്നത്. കൺസ്ട്രക്ഷൻ, ക്രിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ മെയിൻലി ഈ ഒരു വർഷം പൊതുവേ വളരെ നല്ലൊരു സമയമാണ്. ഒത്തിരി പ്രോജക്റ്റ്സ് ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം. അങ്ങനെയുള്ള ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നവർക്ക്. 2 of Swords and 9 of Pentacles എനർജിയാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നിങ്ങളും നിങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് കൂടുതലും. നിങ്ങളുടെ ഒരു വേൾഡിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ലോകത്തിൽ സമയം ചിലവഴിക്കാനുള്ള ഒരു അവസരം കൂടുതൽ ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാനോ, ഇഷ്ടമുള്ളത് വായിക്കാനോ, ഇഷ്ടമുള്ള കരകൗശല വിദ്യകൾ ചെയ്യാനോ, അല്ലെങ്കിൽ കൃഷിയോ, നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, കുക്ക് ചെയ്യാനോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അതൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ അങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു പള്ളിയിലെ അച്ഛൻ, ഒരു കന്യാസ്ത്രീ, അല്ലെങ്കിൽ ഒരു പൂജാരി, അല്ലെങ്കിൽ മുസ്ലിംസിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഇതിലും അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന വ്യക്തി, അങ്ങനെ ഒരാളായിട്ട് നല്ലൊരു അടുപ്പം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ദൈവിക കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാവാം. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ മന്ത്രതന്ത്രങ്ങൾ പഠിക്കുന്നതായിരിക്കാം, ജ്യോതിഷം പഠിക്കുന്നതാവാം. അതുപോലത്തെ ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാവാം. പിന്നെ ഫിനാൻഷ്യലിയും സ്പിരിച്വലിയും ഒക്കെ ഉള്ള പല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.